നമസ്കാരം. യൂത്ത് കോൺഗ്രസ് KPCC പുനഃസംഘടനയിൽ ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പായ എ ഗ്രൂപ്പിനെയും അദ്ദേഹത്തിന്റെ മകൻ ചാണ്ടി ഉമ്മനെയും തഴഞ്ഞു എന്ന വികാരം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. KC വേണുഗോപാൽ ഗ്രൂപ്പ് മേധാവിത്വം നേടിയപ്പോൾ കേരളത്തിലെ ഏറ്റവും ജനകീയനായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ മകനും തഴയപ്പെട്ടു എന്ന വികാരമാണ് ശക്തമായിരിക്കുന്നത്. തന്നെ തഴഞ്ഞതിൽ അതൃപ്തി പരസ്യമാക്കി ചാണ്ടി ഉമ്മൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ വീണ്ടും തന്റെ അതൃപ്തി പരസ്യമാക്കി പുതുപ്പള്ളി MLA രംഗത്ത് വന്നു. വിഷയത്തിൽ തന്റെ ആശങ്കകൾ ഉചിതമായ പാർട്ടി വേദിയിൽ ഉന്നയിക്കുമെന്ന് പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കി. തനിക്ക് അർഹിക്കുന്ന പരിഗണന ലഭിച്ചില്ലെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിലാണ് ചാണ്ടി തന്റെ അതൃപ്തി പരസ്യമാക്കിയിരിക്കുന്നത്. 2 പതിറ്റാണ്ടിലധികം കാലം പാർട്ടിയിൽ പ്രവർത്തിച്ച പരിചയമുള്ള വ്യക്തിയാണ് താനെന്ന് ആവർത്തിക്കുന്ന ചാണ്ടി ഉമ്മൻ താൻ ആരുടെയും സംവരണത്തിലല്ല പാർട്ടിയിലെത്തിയത് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. താൻ പാർട്ടിക്കെതിരെ രംഗത്തെത്തി എന്ന നിലയിൽ പുറത്തുവന്ന വാർത്തകൾ തെറ്റാണ്. തന്റെ വാക്കുകൾ വളച്ചൊടിക്കപ്പെട്ടു. കോൺഗ്രസ് ഔട്ട്റീച്ച് സെല്ലിൽ നിന്നും നീക്കിയതിൽ അതിയായ വിഷമം ഉണ്ടായിരുന്നു. എന്നാൽ പാർട്ടി തീരുമാനം എന്ന നിലയിൽ അതിനെ അംഗീകരിക്കുകയാണ് ചെയ്തത്. തന്റെ പ്രതികരണത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിമാറ്റി പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. രാഷ്ട്രീയത്തിൽ രാജീവ് ഗാന്ധിയും പിതാവ് ഉമ്മൻചാണ്ടിയുമാണ് തന്റെ മാതൃക. കോൺഗ്രസിലെ ഗ്രൂപ്പുകളിൽ താനില്ലെന്നും ചാണ്ടി ഉമ്മൻ വ്യക്തമാക്കുന്നു. പാർട്ടിയിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ ഗ്രൂപ്പ് മാത്രമാണ്. ഗ്രൂപ്പ് താൽപ്പര്യങ്ങൾക്ക് അപ്പുറമാണ് പാർട്ടിയുടെ താൽപ്പര്യമെന്നാണ് വിശ്വാസം. തന്റെ പിതാവും ഇതേ ചിന്താഗതിക്കാരൻ ആയിരുന്നു. അതാണ് താനും പിന്തുടരാൻ ശ്രമിക്കുന്നത് എന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. KPCC പുനഃസംഘടനയിൽ സ്ഥാനം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷേ തന്റെ പേര് മറ്റു ചിലർ മുന്നോട്ട് വച്ചിരിക്കാം. അവർ മുന്നോട്ട് വെച്ച പേര് നിരസിക്കപ്പെട്ടതായി പരാതിയുണ്ട്. അക്കാര്യം ഉചിതമായ ഇടങ്ങളിൽ ബോധിപ്പിക്കുമെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പാർട്ടിയിൽ പ്രവർത്തനത്തിൽ നിന്നും ഒരു ഘട്ടത്തിലും വിട്ടുനിന്നിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ പറയുന്നു. ഔട്ട്റീച്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി 9 സംസ്ഥാനങ്ങളിൽ പ്രചരണങ്ങളുടെ ഭാഗമായിരുന്നു. പുതുപ്പള്ളിയിൽ മാത്രം ഒതുങ്ങി പ്രവർത്തിച്ചിട്ടില്ല. തന്റെ പ്രവർത്തനങ്ങൾക്ക് തെളിവ് പക്കലുണ്ടെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടത്തിൽ തുടങ്ങിയവർ നയിച്ച യൂത്ത് കോൺഗ്രസ് നേതൃത്വവുമായി ഭിന്നതകൾ ഉണ്ടായിരുന്നുവെന്ന ആരോപണങ്ങളും ചാണ്ടി ഉമ്മൻ നിഷേധിച്ചു. ഇത്തരം ആരോപണങ്ങൾ മാധ്യമ സൃഷ്ടികൾ മാത്രമാണെന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട്. നേരത്തെ അബിൻ വർഗിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിൽ പരസ്യ വിമർശനം ഉന്നയിച്ച പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനോട് നീരസം പ്രകടിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് രംഗത്തെത്തിയിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ചാണ്ടിയെ വിളിച്ച് സംസാരിച്ചുവെന്നാണ് സൂചന. അതേസമയം തന്റെ അതൃപ്തി ശക്തമാക്കിയ ചാണ്ടി വെള്ളിയാഴ്ച രാവിലെ KPCCയുടെ പല വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് എക്സിറ്റായി. വെള്ളിയാഴ്ച റാന്നിയിൽ നടന്ന കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ പൊതുയോഗത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിന്നിരുന്നു. നേരത്തെ അബിൻ വർഗിക്ക് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം നിഷേധിച്ചതിൽ പരസ്യ വിമർശനം ഉന്നയിച്ച പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മനോട് നീരസം പ്രകടിപ്പിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് രംഗത്തെത്തിയിരുന്നു.